ഇതുവരെയും നമുക്കവിടെ എത്താനായി കഴിഞ്ഞിട്ടില്ല. ഇലോൺ മസ്കും നാസയും ഒക്കെ മനുഷ്യനെ ചൊവ്വയിലെത്തിക്കുന്നതിൽ കഠിന പരിശ്രമത്തിലാണ്. അതിനിടയിൽ ഏറ്റവും വലിയ ശാസ്ത്രീയ പ്രതിസന്ധി എന്താണ് എന്നറിയാമോ? അതാണ് കോസ്മിക് റേസ്. ഭൂമിയിലുള്ള നമുക്ക് സൂര്യനിൽ നിന്നോ ബഹിരാകാശത്ത് നിന്നോ വരുന്ന മാരകമായ രശ്മികളിൽ നിന്നും സംരക്ഷണം നൽകുന്നത് ഭൂമിയുടെ കാന്തിക വലയമാണ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ്. ബഹിരാകാശത്തേക്കോ അല്ലെങ്കിൽ ചൊവ്വയിലേക്കോ നമ്മൾ കടക്കുമ്പോൾ ആ യാത്രയിൽ നാം ഈ കാന്തിക വലയത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഗാലക്റ്റിക് കോസ്മിക് റേസ് എന്ന വില്ലന്റെ കടന്നുവരവ്. പ്രകാശത്തിന്റെ വേഗതയോളം തന്നെ വേഗതയുള്ള ഈ കിരണങ്ങൾ നമ്മുടെ പേടകത്തിന്റെ ചുവരുകൾ പോലും തുളച്ചു കയറി മനുഷ്യന്റെ DNA ഘടനയെ വരെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. ഒരു മനുഷ്യൻ ചൊവ്വയിൽ പോയി തിരിച്ചു വരാനെടുക്കുന്ന 9 മാസത്തെ നീണ്ട കാലയളവ്. ഈ യാത്രയിൽ ഏതാണ്ട് 300 മില്ലി സീവേർട്ട് റേഡിയേഷനാണ് മനുഷ്യ ശരീരത്തിൽ ഏൽക്കേണ്ടി വരുന്നത്. ഒരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും എത്രയോ ഇരട്ടിയാണിത്. മാരകമായ ക്യാൻസറിനും കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ തകരാറിനും വരെ ഇത് കാരണമായേക്കാം. ഈ റേഡിയേഷൻ ഹസാർഡ് മറികടക്കാനുള്ള ഷീൽഡിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്നതാണ് ഇന്ന് ശാസ്ത്രലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.